അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പല പ്രയാസങ്ങൾ കൊണ്ടും നമ്മളെല്ലാവരും വിഷമിക്കുന്നവരാണ്. നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ദിക്റാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും ആ ദിക്ർ ഉപകരിക്കപ്പെടുന്നതാകട്ടെ. ആമീൻ. നമ്മൾ ഒരുപാട് സങ്കടങ്ങൾ, അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇതെല്ലാം കൊണ്ട് നടക്കുന്നവരാണല്ലോ. അതിനൊക്കെയുള്ള ഒരു പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഈ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഉണ്ട് തന്നെ മനസ്സിൽ കരുതി വേണം ഈ ദിക്ർ ചൊല്ലാൻ. മനസ്സിൽ എന്തെങ്കിലും ചീത്ത ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കണം. മനസ്സ് ശാന്തമാകണം. അതിന് ശേഷം വേണം ഈ ദിക്ർ ചൊല്ലാൻ. ഹലാലായ എന്ത് ആഗ്രഹങ്ങളും ഈ ദിക്ർ ചൊല്ലൽ ഉറപ്പായിട്ടും നടക്കുന്നതാണ്. 2 ദിവസം, കൂടിയാൽ ഒരാഴ്ച, ആർക്കും ഈ ദിക്ർ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്നതുമാണ്. പറയാൻ പോകുന്നത് ഈ ദിക്ർ ചൊല്ലുക, ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ 3 തവണ ഉരുവിട്ടാൽ അതിൻ്റെ ഖാദിമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും: തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു, അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക, അള്ളാഹു നിന്നെ പരിഗണിക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് 3 തവണ ഈ ദിക്ർ പറഞ്ഞാൽ തന്നെ അള്ളാഹു തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നുവെങ്കിൽ അത്രയും മഹത്വമുള്ളതാണ് യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്ർ. പണ്ഡിതനായ സയ്യിദുൽ ബഖരി തങ്ങളുടെ ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, ആരെങ്കിലും അർദ്ധരാത്രി അഥവാ തഹജ്ജുദിൻ്റെ സമയമായാലും മതി, യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്ർ 1000 തവണ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ചൊല്ലിക്കോളൂ, ആഗ്രഹങ്ങൾ സഫലമാകും തീർച്ച. ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. കുറഞ്ഞത് 2-3 ദിവസം, കൂടിയാൽ ഒരാഴ്ച, നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.